എത്തിണ്ടി വയനാട്ടിൽ നിന്ന് വരുമല്ലേ? വയനാട്ടിൽ നിന്ന് 1000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരും. നല്ല മുതലാവണം. പിന്നെ ചന്തക്ക് കുറ്റം പറയരുത്. ഏതെങ്കിലും മുതൽ പോയി വാങ്ങിക്കാണ്ട് ഏതെങ്കിലും ചവത്തിനെ തൊട്ടിരിക്കണ്ട് കുഞ്ഞിക്കോയാക്കാരെ ചന്തയിൽ പോയിട്ട് ഞങ്ങൾ കുടുങ്ങിയെന്ന് പറയരുത്. നോക്കി പഠിച്ചോളി. ഇത് വളക്കത്തെ നൂലിട്ട് ആച്ചോടാ. അത് ചിലർക്ക് നമ്മൾ പറഞ്ഞ് ഇഷ്ടണ്ടാവില്ല. ചിലർക്ക് വലിയ തീർപ്പതേ കയറപ്പോൾ ആ കുട്ടിനായിട്ട് അയാൾ വന്നിട്ട് ഞാൻ കാണാനാ. കാരണം അത്രയും ചൊറുക്കുള്ള ഒരാൾ ഈ ലോകത്തില്ല. അതിൻ്റെ പേര് ഇതൊക്കെ കാക്ക മിസ്ബി ജെല്ലിങ്ങൊക്കെ കഞ്ചിലോട് കുടിച്ചെന്നാല് 4 തലമുറ നിങ്ങളെ കാലം കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ കാലം കഴിഞ്ഞാൽ അങ്ങനെ കാക്ക ഇപ്പം മക്കൾക്കൊന്നും പശുവിനോട് വലിയ കമ്പല്ല. വല്ലാതെ ഇങ്ങനെ കൊല്ലല്ലോ. അല്ല ഓൻ്റെ വലി ഓലേസ ആരോഗ്യമുള്ളവനാണോ? ഞാൻ ഇന്ന് ഈ ചെമ്മച്ചത്തെ ചേടല്ലേ. ഒരു പാത്രം കൊണ്ട് കൊടുത്താ കുട്ടിയെ തോത്തുനിന്ന് വിളിച്ചു പറയിക്കാരോ. ഒരു പാത്രം എടുത്ത പോവാ. കാക്ക കരുതി ഞാനേ കരുതിയ മാതിരി അല്ല കേട്ടോ. എടാ 1 മണിക്കൂർ നേരം റാട വാച്ചിന് വെക്കടാ. ഒരു മോലടാ ഈ പിടിച്ചക്കണ്ടേടാ. എടാ വെക്കടാ ആടെ വെക്ക. ഈ കുംഭമീന മാസത്തിലടാ വെക്കടാണേ. എന്നിട്ട് വർത്താനം പറ. എന്നിട്ട് വർത്താനം പറ. എടാ ഒരു മോൽമക്ക് 1.5 മീറ്ററാണ്. ഒരു മോൽമക്ക് 1.5 മീറ്ററാടാ. എടക്ക ഒരു മോൽമക്കേ 1.5 മീറ്റർ ആട്ടോ. അത് വാങ്ങി പഠിച്ചിട്ട് പോയി പൈക്കളാക്കിക്കോളി കേട്ടോ. എന്താ നോക്ക 4 തലമുറ പറ്റൂല. അതാണുള്ളത്. ഇങ്ങനെ ഒരു ബുദ്ധി കിട്ടിയാൽ 5 ഏക്കർ എസ്റ്റേറ്റുള്ള മറിയൂടാ ഈ ഒരു പറ്റി. ഇതിന്റെ വില എത്രയാണ്? അമ്മി കാട്ടരുത്. ഇതിപ്പോ എന്താ അറിയോ? ഇത് മണ്ണും ചാരി നിന്നോ പൊണ്ണും കൊണ്ടുപോയി പോയി എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങള്. അവിടക്കപ്പൊ ഇതും പോക്ക് അങ്ങനെ ഇതും പോക്കങ്ങത്താണ്. മണ്ണും ചാരി നിന്നോ പൊണ്ണും കൊണ്ടുപോയി പറഞ്ഞമാതിരി ഇതും പോക്കങ്ങത്താണ്. ഹലോ നിങ്ങൾക്ക് സംശയം നോക്കി നിങ്ങൾ ചോദിച്ചില്ലാറ് 5000 പൊന്തിച്ച് വിറ്റില്ലാണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാൽ മതി. ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ സമ്മതിച്ചാട്ടാ. നിങ്ങളിപ്പോൾ ചോദിച്ചാൽ 5000 പൊന്തിച്ച് ബുക്കുണ്ടെങ്കിൽ സമ്മതിച്ചാൽ മതി. പക്ഷെ ആളറിഞ്ഞ അങ്ങോട്ട് പറഞ്ഞ നിങ്ങൾ കൊണ്ടുപോയിക്കൂടി. നിങ്ങൾ അവിടുന്ന് വന്നാന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരു മര്യാദ തരാം. അതുകൊണ്ട് തന്നെ പറഞ്ഞത് 50 ഉറുപ്പ്യക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 50 ഉറുപ്പ്യക്ക് ഇത് പോകുന്നിടത്ത് വാങ്ങിട്ടു. പിന്നെ കുറച്ചു നേരം കേട്ടാണെന്നെ പറഞ്ഞത്. അത് അയാൾക്കെന്നെ സംശയം തോന്നണേ. പേടിയാണ്. അതെന്താ കാച്ചെണ്ണത്തിൽ ചാടിയ പൂച്ച